ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. 19 ഗഡുക്കളിലൂടെ 38,000 രൂപ കർഷകർക്ക് പദ്ധതി വഴി ലഭിച്ചു കഴിഞ്ഞു. 20ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. 20ാം ഗഡു എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം പദ്ധതിയിൽ നിന്ന് പുറത്തു പോയവർക്ക് വീണ്ടും ഈ 2,000 ലഭിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തേത്, വിവിധ തെറ്റായ വാർത്തകളൊക്കെ മൂലം PM കിസാൻ സമ്മാൻ നിധിയിലെ അംഗത്വം സറണ്ടർ ചെയ്ത് പുറത്തുപോയ നിരവധി പേരുണ്ട്. കിസാൻ നിധിയിൽ രേഖപ്പെടുത്തിയ സ്ഥലം വിൽക്കാൻ കഴിയില്ല, അതോടൊപ്പം ഇതുവരെ വാങ്ങിയ തുക തിരികെ നൽകേണ്ടി വരും തുടങ്ങിയ ഇത്തരത്തിലുള്ള കള്ള വാർത്തകളൊക്കെ കണ്ട് ഭയന്ന് പലരും PM കിസാനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അത്തരത്തിൽ തെറ്റിദ്ധാരണ മൂലം പുറത്തു പോയവർക്ക് വീണ്ടും PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് PM കിസാൻ സമ്മാൻ നിധിയിൽ വോളണ്ടറി സറണ്ടർ ചെയ്ത് പുറത്തു പോയവർക്ക് വീണ്ടും PM കിസാന്റെ ഔദ്യോഗിക പോർട്ടലായ pmkisan.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ പുതുതായി ചേർത്തിരിക്കുന്ന സറണ്ടർ റീവൊക്കേഷൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പദ്ധതിയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി കഴിയുമ്പോൾ OTP നൽകി PM കിസാൻ ആനുകൂല്യത്തിന് വീണ്ടും അർഹത നേടാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴിയൊക്കെയുള്ള തെറ്റായ വാർത്തകൾ കണ്ട് ആരെങ്കിലും സ്വമേധയാ PM കിസാൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള ഈ അവസരം വിനിയോഗിച്ച് പദ്ധതിയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനും 20ാം ഗഡു ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തുടർന്ന് കരസ്ഥമാക്കുവാനും ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, PM കിസാന്റെ 20ാം ഗഡുവിന്റെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ്. മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലോ ആയിരിക്കും ഈ 2,000 വിതരണം ചെയ്യുക. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് 2 പ്രധാന കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം ഒരുപാട് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള റിക്വസ്റ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഈ സമയം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോണിക് KYC എന്ന വെരിഫിക്കേഷൻ ആണ്. ഒറ്റത്തവണ ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിരുന്നു ഇത്. എന്നാൽ ഇത് ഇപ്പോൾ പല കർഷകർക്കും KYC ചെയ്യണമെന്ന, അതായത് അവരുടെ KYC വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട്. ചിലപ്പോൾ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ ഇത് അറിയാറുണ്ട്. അതിനാൽ PM കിസാൻ ഗുണഭോക്താക്കൾ സ്റ്റേറ്റസ് ഒന്ന് പരിശോധിക്കുക. അതായത് കർഷകർ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ KYC, ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ വിജയകരമായി ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഇനി വീണ്ടും ഇത് ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നെങ്കിൽ KYC ചെയ്യാനും മറക്കരുത്. ഇത് ചെയ്താൽ മാത്രമേ തുടർന്ന് വരുന്ന ഗഡുക്കൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട പിശകുകൾ മൂലമോ ആധാറിൽ വന്നിട്ടുള്ള അപാകതകൾ മൂലമൊക്കെ ഇങ്ങനെ വീണ്ടും KYC ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റ് വരാം. അതിനാൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. ചിലർക്ക് 2,000 എത്തിച്ചേരാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളവർ തീർച്ചയായും അതൊന്ന് പരിശോധിക്കണം. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ഏതാണെന്ന് പരിശോധിച്ചാൽ ഈ അക്കൗണ്ടിലേക്കാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ആധാറുമായി സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇക്കാരണത്താലാണ് തുക മുടങ്ങുന്നത്. അതിനാൽ ഇത്തരക്കാർ ബാങ്കിന്റെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.